ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ടു അവർ ചാനൽ മാത്സ് ലൈഫ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ ആണ്. +2 സെക്കൻഡ് ചാപ്റ്റർ ആണ്. ഫസ്റ്റ് ചാപ്റ്റർ സെറ്റ്സ് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് ഓൾറെഡി നമ്മൾ കഴിഞ്ഞു. സോ ആ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്കിൽ നമുക്ക് രണ്ടാമത്തെ ചാപ്റ്ററിലോട്ട് പോവാം. സിമ്പിൾ ആണ്. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആണ് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ. അപ്പോൾ എന്താണ് ഇൻവേഴ്സ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നോക്കി അല്ലേ? ഒരു ഫംഗ്ഷനും അതിന്റെ ഇൻവേഴ്സും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഐഡന്റിറ്റി കിട്ടുമെന്ന് നമ്മൾ കോമ്പോസിനും ഒക്കെ പറഞ്ഞതാണ്. ഓക്കെ, ശരി. അപ്പൊ എന്തായാലും നമുക്ക് എന്താണ് ഇൻവേഴ്സ് എന്ന് നോക്കാം. എ ഫംഗ്ഷൻ എഫ് ഡിഫൈൻഡ് ഫ്രം x to y, that is known as f of x. Okay, then there is another function g from y to x. അതായത് എക്സിൽ നിന്ന് ഈ വൈയിലേക്ക് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു എങ്കിൽ there exists another function g from y to x such that g of y which is equal to x. നമുക്കറിയാം f of x equal to y ആണെന്ന് നമുക്കറിയാം അല്ലേ? So there is another function g such that g defined from y to x which is known as g of y equal to x. Then we can call it as g is the inverse of f. g എന്ന് പറയുന്ന ആരുടെ ഇൻവേഴ്സ് എന്ന് പറയാതെ f ന്റെ ഇൻവേഴ്സ് എന്ന് പറയാം. and also f equal to g ഇൻവേഴ്സ്. പരസ്പരം ഇൻവേഴ്സ് ആണ്. g എന്ന് പറയുന്നത് f ന്റെ ഇൻവേഴ്സ് ആണെന്നും പറയാം, f എന്ന് പറയുന്നത് g ന്റെ ഇൻവേഴ്സ് ആണെന്നും പറയാം. അങ്ങനെയെങ്കിൽ നമ്മൾ കഴിഞ്ഞ കോമ്പോസിഷൻ പഠിച്ചത് വെച്ചിട്ട് നമുക്ക് എന്തെന്ന് പറയാം? f കോമ്പോസിഷൻ f ഇൻവേഴ്സ് ഓഫ് y എന്ന് പറയുന്നത് നമുക്ക് ആര് കിട്ടും? y കിട്ടും. അതുപോലെ തന്നെ f ഇൻവേഴ്സ് കോമ്പോസിഷൻ f ഓഫ് x എന്ന് പറയുന്നത് നമുക്ക് ആര് കിട്ടും? x കിട്ടും. അല്ലെങ്കിൽ f കോമ്പോസിഷൻ g എന്ന് പറയുന്നത് നമുക്ക് y കിട്ടും. g കോമ്പോസിഷൻ f എന്ന് പറയുന്നത് നമുക്ക് ആര് കിട്ടും? x കിട്ടും. കാരണം എന്തുകൊണ്ടാണ്? f ന്റെ ഇൻവേഴ്സ് ആണ് g, അല്ലെങ്കിൽ g ന്റെ ഇൻവേഴ്സ് ആണ് f. അതുകൊണ്ട് നമുക്ക് ഐഡന്റിറ്റി എലമെന്റ് ആയിട്ടുള്ള x ഉം y ഉം കിട്ടും. അപ്പൊ എന്താണ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ? ട്രിഗണോമെട്രി എന്നുള്ള വേർഡ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ ഇൻവേഴ്സ് ആണെന്ന് മനസ്സിലായി അല്ലേ? ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സൈൻ, കോസ്, ടാൻ, കൊസീക്, സീക്, കോട്ട്, ഈ 6 ഫംഗ്ഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ഇൻവേഴ്സ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതിന് മുമ്പ് നമ്മൾ പഠിച്ച 1-2 കാര്യങ്ങൾ നമുക്കൊന്ന് എന്ത് ചെയ്യാം? റീകളക്ട് ചെയ്തെടുക്കാം. ഓക്കെ, എന്താണ് നമ്മൾ സൈൻ എന്ന് പറഞ്ഞ് പഠിച്ചതെന്ന് ആലോചിച്ച് നോക്കാം. ഓക്കെ, സൈൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ്. സൈൻ ഡിഫൈൻഡ് ഫ്രം എവിടെ നിന്നാണ്? സൈൻ ഫ്രം r to റിയൽ നമ്പേഴ്സ് ടു നമുക്കറിയാം ക്ലോസ് ഇന്റർവൽ -1, 1. ഇതാണ് നമ്മുടെ സൈൻ ഡിഫൈൻ ചെയ്തിരുന്നത്. റിയൽ നമ്പേഴ്സിൽ നിന്ന് -1, 1 എന്ന് പറയുന്ന സെറ്റിലേക്കാണ്. നമുക്കറിയാം നമുക്ക് സൈൻ്റെ സൈൻ എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ എക്സിന് ഏത് വാല്യൂ ആണെങ്കിലും കൊടുക്കാം റിയൽ നമ്പേഴ്സിൽ. സോ വിച്ച് ഈസ് ഡിഫൈൻഡ് ഫ്രം ദ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ടു ദ റേഞ്ച് സെറ്റ് ക്ലോസ് ഇന്റർവൽ -1, 1. ദാറ്റ് ഈസ് every real numbers നമ്മൾ എടുക്കുന്ന ഏതൊരു റിയൽ നമ്പേഴ്സ് ആയാലും they are consist a value which lies between -1 and 1, including -1 and 1 അല്ലേ? നമ്മൾ സൈൻ്റെ ഒരു വാല്യൂ പോലും -1-നേക്കാൾ വലുതോ -1-നേക്കാൾ ചെറുതോ 1-നേക്കാൾ വലുതോ നമ്മൾ കണ്ടിട്ടില്ല. മാക്സിമം പോയാൽ 1-ഉം മിനിമം പോയാൽ -1-ഉം. അതാണ് സൈൻ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ സൈൻ്റെ ഗ്രാഫ് ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? സൈൻ്റെ ഗ്രാഫ് നമ്മൾ എങ്ങനെയാണ് പഠിച്ചത്? എങ്ങനെ എടുക്കുന്നു? 0, അതുപോലെ തന്നെ എന്തായിരുന്നു? π/2, π, 3π/2, അതുപോലെ തന്നെ 2π, അങ്ങനെ പോകുന്നു. ഇങ്ങോട്ട് എന്തോടെ? -π/2, -π, അത് -3π/2, അങ്ങനെ പോകുന്നു അല്ലേ? ഇനി y ആക്സിസിലാണെങ്കിൽ 1, നെഗറ്റീവ് y ആക്സിസിലാണെങ്കിൽ -1. ഇത്രയും നമുക്കറിയാം. സൈൻ 0 എന്ന് പറഞ്ഞാൽ 0 എന്നറിയാം. അതുപോലെ തന്നെ സൈൻ π/2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 ആണെന്ന് അറിയാം. സൈൻ π 0, സൈൻ 3π/2 -1 ആണ്. സൈൻ 2π അഗെയിൻ 0. അതുപോലെ സൈൻ -π/2 എന്ന് പറയുമ്പോൾ എന്തോടെ? അഗെയിൻ -1 വരും. അത് സൈൻ -π എന്ന് പറഞ്ഞാൽ 0, സൈൻ -3π/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +1, അടുത്തത് -2π എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗെയിൻ 0. നമുക്കറിയാം സൈൻ്റെ nπ വാല്യൂസ് എല്ലാം 0 ആണെന്ന് അറിയാം. സോ നമ്മൾ വരയ്ക്കുമ്പോൾ ഗ്രാഫ് എങ്ങനെയുണ്ട് കിട്ടിയത്? നമുക്ക് ഇങ്ങനെ ഒരു സിനുസോയിഡൽ കർവാണ് നമ്മൾ സൈനിന് പഠിച്ചത് അല്ലേ? കോസിന് നമ്മൾ ഇതുപോലെ തന്നെ പഠിച്ചത്. കുറച്ചുകൂടെ ഇങ്ങോട്ട് നീങ്ങിയിരിക്കും. 1-ന് സിമെട്രിക്കൽ ആയിട്ട് വരുന്നേ ഉള്ളൂ. അതായത് y ആക്സിന് സിമെട്രിക്കൽ ആയിട്ട് കോസ് പോകും.
അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സൈനിന്റെ ഗ്രാഫ് പഠിച്ചത്. പക്ഷെ നമ്മൾ പഠിച്ചു ഒരു ഫംഗ്ഷന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ കണ്ടീഷൻ ഇതാണ്, ആ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1 1 ആയിരിക്കണം, ഓൺ 2 ആയിരിക്കണം എന്ന് നമ്മൾ പഠിച്ചു. നോക്കട്ടെ, ഈ ഫംഗ്ഷൻ 1 1 ഓൺ 2 ആണോ നോക്കാം. അതായത് ഇവിടെ 1 ഒരു ഇമേജ് ആയിട്ട് വരുന്നുണ്ട്, ഇവിടെ 1 ഒരു ഇമേജ് ആയിട്ട് വരുന്നുണ്ട്, 1 2 3 4 5 പാർട്സിൽ 0 ഇമേജ് ആയിട്ട് വരുന്നുണ്ട്. ഇനി അങ്ങോട്ട് നീങ്ങിയാണ് -1 രണ്ടിടത്ത് ഇമേജ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു 1 1 ആവണമെങ്കിൽ ഡിസ്റ്റിങ്ക്ട് എലമെന്റ്സിന് ഡിസ്റ്റിങ്ക്ട് ഇമേജ് ആയിരിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ ഡിസ്റ്റിങ്ക്ട് എലമെന്റ്സിന് സെയിം ഇമേജസ് ഒരുപാട് വരുന്നത് ഈ ഫംഗ്ഷൻ 1 1 അല്ല. അപ്പൊ 1 1 അല്ലാത്ത ഒരു ഫംഗ്ഷൻ നമുക്ക് എന്ത് ചെയ്യാനും പറ്റൂല, നമുക്ക് ഇൻവേഴ്സ് കണ്ടുപിടിക്കാനും പറ്റില്ല. സോ 1 1 ഓൺ 2 ആക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, 1 1 ഓൺ 2 ആയിക്കോളും. 1 1 ആക്കാൻ വേണ്ടി നമ്മൾ ഇതിന്റെ ഡൊമൈനെ ഒന്ന് റെസ്ട്രിക്ട് ചെയ്യണം. എന്ന് പറയുന്ന ഡൊമൈൻ എന്ത് ചെയ്യുന്നു, ചെറുതായിട്ടൊന്ന് റെസ്ട്രിക്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ നോക്കിയോടെ എനിക്ക് റെസ്ട്രിക്ട് ചെയ്യുമ്പോൾ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. 0 മുതൽ π വരെ ഒരൊറ്റ സെറ്റ് ആയിട്ട് എടുക്കാം. പക്ഷെ അവിടെയും 0 2 തവണ റിപ്പീറ്റ് ചെയ്യും. അതുകൊണ്ട് ഞാൻ -π/2 to π/2 വരെ ഒരു സെറ്റ് ആയിട്ട് എടുക്കുന്നു. അടുത്ത π/2 to 3π/2 വരെ അടുത്ത സെറ്റ് ആയിട്ട് എടുക്കുന്നു. അടുത്ത -π/2 to -3π/2 വരെ അടുത്ത സെറ്റ് ആയിട്ട് എടുക്കുന്നു. ഇതിങ്ങനെ എന്ത് ചെയ്യുന്നു, ഈ ഇന്റർവെൽസിൽ കട്ട് ചെയ്യാം. ഇതിന്റെ പ്രത്യേകത -π/2 to π/2 വരെ ഞാൻ എന്റെ ഡൊമൈൻ ആയിട്ട് എടുക്കുമ്പോൾ നോക്കണേ, റേഞ്ച് സെറ്റിൽ ആരൊക്കെ വരുന്നു, ഇവിടെ നിന്ന് -π/2 to π/2 വരെയുള്ള കംപ്ലീറ്റ് എലമെന്റ്സിന് -1 മുതൽ +1 വരെയുള്ള വാല്യൂസ് വരുന്നുണ്ട്. അതായത് ഒരു വാല്യൂ പോലും റിപ്പീറ്റ് ചെയ്ത് വരുന്നില്ല. ഡിസ്റ്റിങ്ക്ട് എലമെന്റ്സ് ഇവിടെ ഉള്ള x ആക്സിസിലുള്ള ഡിസ്റ്റിങ്ക്ട് എലമെന്റ്സ് y ആക്സിസിലുള്ള ഡിസ്റ്റിങ്ക്ട് ഇമേജസുമായിട്ടാണ് മാപ്പ് ചെയ്യുന്നത്. അപ്പം റെസ്ട്രിക്ട് ചെയ്യുമ്പോൾ, അതായത് സൈൻ എന്ന് പറയുന്ന ഫംഗ്ഷനെ ഞാൻ ചെയ്തു -π/2, π/2 മുതൽ റെസ്ട്രിക്ട് ചെയ്ത് -1, 1 ആയിട്ട് മാപ്പ് ചെയ്യുമ്പോൾ ഈ ഫംഗ്ഷൻ എന്തായിട്ട് മാറും, ഒരു 1 1 ഫംഗ്ഷൻ ആയിട്ട് മാറും. അത് ഇതെന്നല്ല, നമ്മൾ π/2 to 3π/2 എടുത്താലും -3π/2 to -π/2 എടുത്താലും ഒക്കെ സൈൻ എന്ത് തന്നെയാണ്, 1 1 ആയിട്ട് മാറിക്കഴിഞ്ഞു. ഓക്കെ, അപ്പം ഇപ്പോൾ ഇത് 1 1 ഫംഗ്ഷൻ ആണ്, ഓൾറെഡി ഓൺ 2 ഫംഗ്ഷനുമാണ് അല്ലേ. -1 to 1 വരെയുള്ള എല്ലാ എലമെന്റ്സും ആരുടെയെങ്കിലും ഒക്കെ ഇമേജ് ആയിട്ടുണ്ട്. സോ ഓൺ 2 ഫംഗ്ഷനുമാണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ആ ഇൻവേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സൈൻ ഇൻവേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ സൈൻ ഇൻവേഴ്സ് എങ്ങനെ ഡിഫൈൻ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിച്ച് ഈസ് ഡിഫൈൻഡ് ഫ്രം x to which is defined from -1, 1 to -π/2, π/2. ഞാൻ പറഞ്ഞു നമുക്ക് ഇതിൽ ഏത് ഇന്റർവെൽ എടുക്കാം എന്ന് ഞാൻ പറഞ്ഞെങ്കിലും -π/2, π/2 നമ്മൾ ഒരു പേരും കൂടി കൊടുത്തിട്ടുണ്ട്, പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് കൂടെ വിളിക്കാറുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എടുത്തിട്ടാണ് ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യുന്നത്. സോ സൈൻ ഇൻവേഴ്സ് വിച്ച് ഈസ് ഡിഫൈൻഡ് ഫ്രം ക്ലോസ് ഇന്റർവൽ -1, 1 to ക്ലോസ് ഇന്റർവൽ -π/2, π/2. അപ്പൊ അതാണ് ഏതെന്ന് പറഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ഇനി സൈൻ ഇൻവേഴ്സിന്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എന്താണോ നമ്മുടെ സൈൻ അതിന്റെ കോർഡിനേറ്റ്സിനെ ഇന്റർചേഞ്ച് ചെയ്താൽ മതി, ഏത് കിട്ടിക്കോളും, സൈൻ ഇൻവേഴ്സ് കിട്ടിക്കോളും. കാരണം ഇവിടെ നിന്ന് ഇപ്പൊ π/2 1 മാപ്പ് ചെയ്യുന്നതെങ്കിൽ സൈൻ ഇൻവേഴ്സ് വരുമ്പോൾ 1 π/2 മാപ്പ് ചെയ്യും. സോ ഇവിടെ എന്ത് ചെയ്യുന്നു, x ആക്സിസിൽ -1 1 എടുക്കുക, ബാക്കി 0 π/2 π 3π/2 എക്സെട്ര എന്ന് പോവും. അതുപോലെ തന്നെ -π/2 -π -3π/2 ഇങ്ങനെ വരും. ഓക്കെ, സോ ഗ്രാഫ് എന്ന് പറയുന്നത് എങ്ങനെ വരും, ഇവിടെ സൈൻ 0 0 ആണ്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, π/2 നമുക്ക് 1 വാല്യൂ വരും. സോ എന്ത് ചെയ്യുന്നു, ഗ്രാഫ് സോ എന്ത് ചെയ്യുന്നു, ഇതാണ് സൈൻ ഇൻവേഴ്സിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. ഇതില് നമ്മുടെ പോർഷൻ എന്ന് പറയുന്നത് ഏതാണ്ട് ഇതാണ് നമ്മുടെ പോർഷൻ എന്ന് പറയുന്നത്. കണ്ടിന്യൂസും മീൻസ് 1 1 1 ആയിട്ടുള്ള പോർഷൻ ഇതാണ്. ഓക്കെ, അപ്പം ഇത് സൈൻ, ഇത് സൈൻ ഇൻവേഴ്സ്.
പ്രത്യേകത സൈൻ ഫംഗ്ഷന്റെ എന്ത് ചെയ്യുന്ന ഒരു മിറർ ഇമേജ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും സൈൻ ഇൻവേഴ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. സൈൻ ഡിഫൈൻഡ് ഫ്രം -π/2, π/2 ടു ക്ലോസ് ഇന്റർവൽ -1, 1. ഇത് 1 ഫംഗ്ഷൻ ആക്കി നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, റെസ്ട്രിക്ട് ചെയ്യുന്നതാണ്. ആക്ച്വൽ സൈൻ എന്ന് പറഞ്ഞാൽ റിയൽ നമ്പേഴ്സ് ടു -1, 1 ഡിഫൈൻ ചെയ്യുന്നത്. ദെൻ സൈൻ ഇൻവേഴ്സ് ഡിഫൈൻഡ് ഫ്രം ക്ലോസ് ഇന്റർവൽ -1, 1 ടു ക്ലോസ് ഇന്റർവൽ -π/2, π/2. ഇതാണ് ഗ്രാഫ്. ഇതുപോലെ നമ്മൾ ബാക്കി 6 എണ്ണത്തിന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കോസ്, സീക്ക്, കൊസീക്ക്, കോട്ട്, ടാൻ. ഈ 6 സൈൻ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെയും ഇൻവേഴ്സ് നമുക്ക് ഇതുപോലെ വരയ്ക്കാൻ പറ്റും. എന്ത് മാത്രം ചെയ്താൽ മതി, 6 ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസും അവരുടെ ഡൊമൈനും റേഞ്ചിൽ ഡൊമൈൻ നമ്മൾ ഒന്ന് റെസ്ട്രിക്ട് ചെയ്യും. റെസ്ട്രിക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് 1 ആയിട്ട് കിട്ടത്തുള്ളൂ. 1 ആയിട്ട് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇനി നമുക്ക് എല്ലാ ഫംഗ്ഷൻസിന്റെയും ഡൊമൈനും റേഞ്ചും നമ്മൾ പഠിക്കണം. അതുകൊണ്ട് ഡൊമൈൻ റേഞ്ച് നോക്കാം. ബാക്കി ഇതുപോലെ തന്നെ എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ബുക്കിലുണ്ട്, ഫിഗേഴ്സ് സഹിതമുണ്ട്. എന്ത് ചെയ്യുക, അത് നിങ്ങൾ നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി. ഓക്കെ, നമുക്ക് 6 ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെയും ഗ്രാഫ് ഇപ്പം നോക്കാം. ഇതിൽ സൈൻ നമ്മൾ പഠിച്ചതുപോലെ തന്നെയാണ് കോസും, കോസ് ഇൻവേഴ്സ് എക്സും. ദെൻ കൊസീക്ക് മുതൽ അങ്ങോട്ടുള്ളതിൽ എല്ലാത്തിലും നമ്മൾ നോക്കുമ്പോൾ ഈ ഡോട്ടഡ് ലൈൻസ് കാണും. ഈ ഡോട്ടഡ് ലൈൻസ് എന്ന് പറയുന്നത് ആ ഫംഗ്ഷൻ നോട്ട് ഡിഫൈൻഡ് ആയിട്ടുള്ള പോയിന്റുകളാണ് ഈ ഡോട്ടഡ് ലൈൻസ് എന്ന് പറയുന്നത്. ബാക്കി പോയിന്റ്സുകൾ നമ്മൾ കണക്ട് ചെയ്ത് വരയ്ക്കുമ്പോൾ ഗ്രാഫ് കിട്ടും. അതിൻ്റെതായ ഇൻവേഴ്സിൻ്റെ ഗ്രാഫും കിട്ടും. എക്സിലെ ഫിഗർ നോക്കിയാൽ ബാക്കിയും കൂടി നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. സോ ഫ്രണ്ട്സ്, നമ്മുടെ 6 ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ ഇൻവേഴ്സ് നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. നമുക്ക് അതിന്റെ ഫംഗ്ഷനും അതിന്റെ ഡൊമൈനും റേഞ്ചും ലാസ്റ്റ് ഒന്ന് ഫൈനലൈസ് ചെയ്യാം. ദാറ്റ് ഈസ് നമ്മൾ ആദ്യം പഠിച്ച സൈൻ ഇൻവേഴ്സ് ആണ്. സൈൻ ഇൻവേഴ്സ് ഡിഫൈൻഡ് ഫ്രം ക്ലോസ് ഇന്റർവൽ -1, 1 ടു റേഞ്ച് സെറ്റ് എന്ന് പറഞ്ഞാൽ ക്ലോസ് ഇന്റർവൽ -π/2, π/2. Then next cos inverse എന്ന് പറഞ്ഞാൽ ക്ലോസ് ഇന്റർവൽ -1, 1 ടു ഏതിലോട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ക്ലോസ് ഇന്റർവൽ 0, π. കാരണം അവിടുത്തെ പ്രിൻസിപ്പൽ വാല്യൂ പറഞ്ഞെന്ന് പറഞ്ഞാൽ 0, π ആണ്. then അടുത്തത് കൊസീക് ഇൻവേഴ്സ് നമുക്കറിയാം 1/sin ആണെന്ന് അറിയായിരുന്നു. 1/sin ഇൻവേഴ്സ് ആണെന്ന് അറിയാം. സോ എന്ത് ചെയ്യുന്നു, r ഓപ്പൺ ഇന്റർവൽ -1, 1 ടു എന്ത് ചെയ്യുന്നു, ക്ലോസ് ഇന്റർവൽ -π/2, π/2 മൈനസ് സെറ്റ് 0. കാരണം 1/sin വരുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, 0-ല് ഇത് നോട്ട് ഡിഫൈൻഡ് ആണ്, നമുക്ക് അവിടെ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ റേഞ്ച് സെറ്റിൽ ആര് വരാൻ പാടില്ല, 0 വരാൻ പാടില്ല. ഓക്കെ, സോ അടുത്തത് സീക്ക് ഇൻവേഴ്സും ഡിഫൈൻഡ് ഫ്രം r ഓപ്പൺ ഇന്റർവൽ -1, 1 ടു ക്ലോസ് ഇന്റർവൽ 0, π മൈനസ് π/2. കാരണം 1 കോസ് ആണ് ഏതെന്ന് പറയുന്നത്, സീക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഡിനോമിനേറ്ററിൽ ഏത് വരില്ല, സീക്ക് കോസ് എന്ത് ചെയ്യുന്നത്, 0 ആവുന്ന π/2ന്റെ മൾട്ടിപ്പിൾസിലാണ്. സോ π/2ന്റെ വാല്യൂ അവിടെ 0 വരും, നോട്ട് ഡിഫൈൻഡ് ആണ്. സോ റേഞ്ച് സെറ്റിൽ ഏത് വരാൻ പാടില്ല, π/2 വരാൻ പാടില്ല. ദെൻ ടാൻ ഇൻവേഴ്സും നെക്സ്റ്റ് ടാൻ ഇൻവേഴ്സ് ആണ്. ടാൻ ഇൻവേഴ്സ് ഡിഫൈൻഡ് ഫ്രം റിയൽ നമ്പേഴ്സ് r2 എന്ത് ചെയ്യുന്നു, -π/2, ഓപ്പൺ ഇന്റർവൽ -π/2, π/2. കാരണം ടാൻ എന്ന് പറയുന്നത് സൈൻ ബൈ കോസ് ആണ്. -π/2ലും π/2ലും ടാൻ എന്തല്ല, ഡിഫൈൻഡ് അല്ല. സോ എന്ത് ഓപ്പൺ ഇന്റർവൽ ആണ്, അതായത് എക്സ്ക്ലൂഡിങ് -π/2 ആണ് π/2. അതിനകത്തുള്ള വാല്യൂസേ റേഞ്ച് സെറ്റിൽ വരുള്ളൂ. ലാസ്റ്റ് വൺ കോട്ട് ഇൻവേഴ്സ് ഡിഫൈൻഡ് ഫ്രം റിയൽ നമ്പേഴ്സ് ടു ഓപ്പൺ ഇന്റർവൽ 0, π. കോട്ട് ഇൻവേഴ്സിൽ നമുക്ക് കോസ് ബൈ സൈൻ ആണ്. സൈൻ ഡിനോമിനേറ്ററിൽ വരുന്ന സമയത്ത് സൈൻ 0ക്കും പൈക്കും എന്തല്ല, സൈൻ ഡിഫൈൻഡ്, സോറി കോട്ട് ഇൻവേഴ്സ് ഡിഫൈൻഡ് അല്ല. കാരണം എന്ത് ചെയ്യുന്നു, സൈൻ 0 എന്ന് പറഞ്ഞാൽ സൈൻ പൈ എന്ന് പറഞ്ഞാൽ 0 ആണ്. ഡിനോമിനേറ്ററിൽ 0 വരുന്ന വാല്യൂസ് നോട്ട് ഡിഫൈൻഡ് ആയതുകൊണ്ടാണ് അതിൽ അങ്ങനെ വരുന്നത്. നമ്മൾ ഗ്രാഫിൽ കണ്ട് നമ്മൾ നോട്ട് ഡിഫൈൻഡ് വരച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ബാക്കി ഗ്രാഫ് വരയ്ക്കുന്നത്. സോ ഈ 6 ഫംഗ്ഷൻസിന്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻസിന്റെയും ഡൊമൈനും റേഞ്ചും പഠിച്ചു വെച്ചേക്കുക. ഇനി അടുത്ത നമുക്ക് ഇതിന് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഒക്കെ കണ്ടുപിടിക്കാനായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. സോ ബ്രാഞ്ച് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, മീൻസ് ഡൊമൈനും റേഞ്ചും അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ പ്രിൻസിപ്പൽ വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. സോ എന്ത് ചെയ്യുക, എല്ലാവരും ഇത് പഠിച്ചു വെക്കുക. ഓക്കെ, സോ നമുക്കിനി ഇതിന്റെ പ്രോബ്ലത്തിലോട്ട് പോകാം. നമുക്ക് നമ്മുടെ പ്രോബ്ലത്തിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് 3 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഇതിന്റെയൊക്കെ പ്രിൻസിപ്പൽ വാല്യൂ കണ്ടുപിടിക്കാനാണ്, സിമ്പിൾ ആണ്. നമ്മൾ എന്ത് ചെയ്താൽ മതി, ട്രിഗണോമെട്രിയിൽ കഴിഞ്ഞ വർഷം പഠിച്ച ചെറിയ ബേസിക് കാര്യങ്ങളും കൂടി ആലോചിച്ചാൽ മതി, നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ എന്നുള്ളതേ ഉള്ളൂ. സോ മൂവിംഗ് ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സൈൻ ഇൻവേഴ്സ്. ലെറ്റ് us take y equal to sin inverse 1/√2. ഓക്കെ, നമ്മൾ കണ്ടുപിടിക്കാനുള്ള സൈൻ ഇൻവേഴ്സ് 1/√2 നമുക്ക് y ആയിട്ട് എടുക്കാം.
Therefore sin inverse എന്ത് ചെയ്യുന്നു ഇപ്പുറത്ത് വരുമ്പോഴേക്കും അത് സൈൻ ആയിട്ട് മാറും. അത് വേറെ ഒന്നുമല്ല കോസ് മൾട്ടിപ്ലൈഡ് ബൈ സൈൻ. ഇവിടെ സൈൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സൈൻ ബൈ ഈക്വൽ ടു സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ്. സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്തായി പോകും? ക്യാൻസൽ ആയി പോകും. സൈൻ സൈൻ ഇൻവേഴ്സും പരസ്പരം ഇൻവേഴ്സ് ഫംഗ്ഷൻസ് ഇൻവെർട്ടിബിൾ ഫംഗ്ഷൻസ് ആണ്. അതിനർത്ഥമായിട്ടാണ് നമ്മൾ പറയുന്നത് സൈൻ ഇൻവേഴ്സ് ഇപ്പുറത്ത് വരുമ്പോൾ എന്തായിട്ട് മാറുന്നത്? സൈൻ ബൈ സൈൻ ബൈ ഈക്വൽ ടു 1/√2. Then നമുക്കറിയാം സൈനിന്റെ ഏത് വാല്യൂവിനാണ് 1/√2 വരുന്നത് നമുക്കറിയാം. ദാറ്റ് ഈസ് y ഈക്വൽ ടു π/4. സൈനിന്റെ വാല്യൂ y ഈക്വൽ ടു π/4 ആകുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്ന 1/√2 കിട്ടുന്നത്. Therefore sin inverse 1/√2 നമ്മൾ y ആയിട്ടില്ല എഴുതുക. അപ്പോൾ y ഈക്വൽ ടു π/4 ആണ് വാല്യൂ. ഇനി ഇത് കറക്റ്റ് പ്രിൻസിപ്പൽ വാല്യൂ തന്നെയെന്ന് അറിയാൻ വേണ്ടി എന്ത് ചെയ്യുക? നമ്മുടെ സൈൻ ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിൽ ഇതുണ്ടോ എന്ന് നോക്കുക. നമുക്കറിയാം നമ്മുടെ സൈൻ ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യുന്നത് എവിടെ നിന്ന് എവിടെയൊക്കെ ഉണ്ട്? -1, 1 to -π/2, π/2 ആണ്. അപ്പോൾ π/4 എന്ന് പറയുന്നത് is an element of -π/2, π/2. Therefore y equal to π/4 ആണ് ആരെന്ന് പറഞ്ഞാൽ sin inverse 1/√2 ന്റെ പ്രിൻസിപ്പൽ വാല്യൂ. Principal value of sin inverse 1/√2 is π/4. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ പ്രിൻസിപ്പൽ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി. ഇനി നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തു. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കൊസീക് ഇൻവേഴ്സ് 2 ആണ്. അപ്പൊ അതും എന്ത് ചെയ്യാം? നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാം. കൊസീക് ഇൻവേഴ്സ് 2, let us take y equal to cosec inverse 2. Therefore cosec y equal to 2 എന്ന് കിട്ടും. cosec y 2 എന്ന് കിട്ടി കഴിഞ്ഞാൽ നമുക്കറിയാം cosec y യുടെ ഏത് വാല്യൂ ആണ് 2 എന്ന് ആലോചിക്കുക. ഇനി അഥവാ അത് അറിഞ്ഞുകൂടാ എങ്കിൽ ഇത് നമുക്ക് എന്തെടുക്കാം? cosec y എന്ന് പറയുന്നത് നമുക്ക് എന്തെന്ന് എടുക്കാതെ 1/sin y എന്ന് എടുക്കാം. സോ 1/sin y equal to 2 എന്ന് കിട്ടും. ഇനി നമുക്കറിയാം എന്ത് ചെയ്യുന്നു? ഇതിനെ അവിടെയും കൊണ്ടുപോകും. അതായത് ഡിനോമിനേറ്ററിനെ ന്യൂമറേറ്ററിൽ കൊണ്ടുപോകാം, ഡിനോമിനേറ്ററിൽ കൊണ്ടുവരിക, അല്ലെങ്കിൽ ഇതിന്റെ മൊത്തത്തിൽ റെസിപ്രോക്കൽ എടുക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? sin y equal to 1/2. അപ്പൊ cosec y യുടെ വില എഴുതാൻ അറിഞ്ഞുകൂടാ എങ്കിൽ എന്ത് ചെയ്യുക? ഇതുപോലെ മാറ്റി എന്ത് ചെയ്യുക? എടുക്കുക. ഇല്ലെങ്കിൽ ഇവിടെ വെച്ച് ഡയറക്റ്റ് എന്ത് ചെയ്യുക? വാല്യൂ എടുക്കുക. ഇനി ഇതറിയാം sin y equal to 1/2 എന്ന് പറഞ്ഞാൽ y യുടെ ഏത് വാല്യൂവിനാണ്? y equal to π/6. sin 30 ആണ് 1/2 എന്ന് പറയുന്നത്. ഈ സ്റ്റെപ്പ് വെച്ചിട്ട് തന്നെ എഴുതാൻ കഴിയുന്നവർ എന്ത് ചെയ്യുക? ഇവിടെ വെച്ചിട്ട് y equal to π/6 എന്ന് എടുക്കുക. അത് അറിഞ്ഞുകൂടാത്തവർ എന്ത് ചെയ്യുക? cosec y എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്ന പോലെ 1/sin y എന്ന് എഴുതുക. മൊത്തത്തിൽ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ sin y equal to 1/2 എന്ന് കിട്ടും. 2 ന്റെ റെസിപ്രോക്കൽ 1/2, y equal to π/6. എലമെന്റ് ഓഫ് ഏതാണ്ട് കൊസീക്കിൻ്റെത് എന്ന് പറഞ്ഞാൽ -π/2, π/2 മൈനസ് സെറ്റ് 0 ആണ്. ഓക്കെ, അപ്പൊ ഇതിനകത്തുള്ള എലമെന്റ് ആണോ π/6 എന്ന് നോക്കുക. ഇതിനകത്തുള്ള എലമെന്റ് ആണ്. Therefore the principal value of cosec inverse 2 is π/6. ഓക്കെ, പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിൽ ഉള്ളതാണോ എന്ന് ചെക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ നമുക്ക് ആൻസർ കറക്റ്റ് കിട്ടത്തുള്ളൂ. ഓക്കെ, സോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ ചെറിയൊരു വ്യത്യാസമാണ്. നമ്മൾ ഈ രണ്ട് ചെയ്ത ക്വസ്റ്റ്യനിലും എന്ത് ചെയ്യുന്നു? തന്നിരിക്കുന്ന വാല്യൂസ് പോസിറ്റീവ് ആയിരുന്നു, പക്ഷെ ഇവിടെ നെഗറ്റീവ് വാല്യൂ ആണ് തന്നിരിക്കുന്നത്. കുഴപ്പമൊന്നുമില്ല, എളുപ്പമാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുന്നു? കോസ് ഇൻവേഴ്സ് -1/2. So let us take it as y equal to cos inverse -1/2. യൂഷ്വലി എന്ത് ചെയ്യുന്നു? ഇപ്പൊ വരുമ്പോഴേക്കും cos y equal to -1/2 എന്ന് കിട്ടും. നമുക്ക് cos y equal to 1/2 എന്ന് കിട്ടിയിരുന്നുവെങ്കിൽ നമ്മൾ പറഞ്ഞതിന് എന്ത് ചെയ്യുന്നു? y equal to π/3 ആയിരുന്നു വാല്യൂ എന്ന് നമ്മൾ പറഞ്ഞു. കാരണം cos 60 ആണ് 1/2 എന്ന് പറയുന്നത് അല്ലേ? പക്ഷെ ഇവിടെ cos y equal to -1/2 ആണ്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് ഇയറിൽ നമ്മൾ ട്രിഗണോമെട്രി പഠിച്ച റിഡക്ഷൻ ഫോർമുല യൂസ് ചെയ്യുക. എന്തുകൊണ്ടാണ് റിഡക്ഷൻ ഫോർമുല എന്ന് പറയുന്നത്? ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റ്. ഓക്കെ, ഇനി നമ്മൾ ഇതിനകത്ത് ഒരു ഫോർമുലയൊക്കെ പഠിച്ചു. ASTC ഓൾ സ്റ്റുഡൻസ് ടേക്ക് കോഫി. അതായത് ഇവിടെ ഓൾ പോസിറ്റീവ്, സൈനും കൊസീക്കും പോസിറ്റീവ്, ടാനും കോട്ടും പോസിറ്റീവ്, ഫോർത്ത് ക്വാഡ്രന്റിൽ കോസും സീക്കും പോസിറ്റീവ്. അപ്പൊ നമുക്ക് നമ്മൾ പഠിച്ചു ഇത് 0 ആണ്, π/2 ആണ്, പൈ ആണ്, then 3π/2 ആണ് അല്ലേ? നമ്മൾ പറഞ്ഞു 3π/2 π/2 പ്ലസോ മൈനസോ ചെയ്താലും 3π/2 പ്ലസോ മൈനസോ ചെയ്ത് കഴിഞ്ഞാലോ ഫംഗ്ഷൻസിന്റെ കോ ഫംഗ്ഷൻ വരും. അതേസമയം പൈ പ്ലസോ മൈനസോ ചെയ്താലോ 2π പ്ലസോ മൈനസോ ചെയ്താലോ സെയിം ഫംഗ്ഷൻ തന്നെ റിപ്പീറ്റ് ചെയ്യുമെന്ന് പഠിച്ചു. അപ്പൊ നമുക്ക് എന്ത് വേണം? കോസ് തന്നെ വേണം, പക്ഷെ എന്തും വേണം? കോസിന്റെ വാല്യൂ നെഗറ്റീവ് ആവണം.
ഇവിടെ എല്ലാം പോസിറ്റീവ് ആണ്, ഇവിടെ കോസ് പോസിറ്റീവ് ആണ്. അപ്പൊ കോസിന്റെ വാല്യൂ നെഗറ്റീവ് വരാനുള്ള രണ്ട് സ്ഥലം ഒന്ന് ഇതും മാത്രമാണ് അല്ലേ. അപ്പൊ കോസ് ഇവിടെയും നെഗറ്റീവ് ആവാം, ഇവിടെയും നെഗറ്റീവ് ആവാം. അപ്പൊ നമുക്ക് ഇതിനെ എന്തെന്ന് എടുക്കാതെ കോസ് പൈ മൈനസ് വൈ ഈക്വൽ ടു -1/2. നമുക്കറിയാം കോസ് ഓഫ് പൈ മൈനസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെന്ന് എടുക്കൂടെ, കോസ് ഓഫ് പൈ മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ കോസ് എക്സ് തന്നെയാണ്. ദെൻ കോസ് ഓഫ് പൈ മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റിലാണ്, പൈനേക്കാൾ ചെറുത്. അപ്പൊ സെക്കൻഡ് ക്വാഡ്രന്റിൽ വരും. കോസ് പൈ വെച്ചിട്ട് പ്ലസോ മൈനസോ ചെയ്ത് കഴിഞ്ഞാൽ കോസ് തന്നെ വരും, കോ ഫംഗ്ഷൻ വരത്തില്ല. അപ്പൊ കോസ് ഓഫ് പൈ മൈനസ് എക്സ് പറഞ്ഞാൽ കോസ് എക്സ് ആണ്. ഇനി സെക്കൻഡ് ക്വാഡ്രന്റിൽ കോസ് നെഗറ്റീവ് ആണ്, സോ മൈനസ് ഓഫ് കോസ് എക്സ്. അപ്പൊ കോസ് ഓഫ് പൈ മൈനസ് വൈ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും, -1/2. അതായത് കോസ് പൈ മൈനസ് വൈ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതെന്തായി, ഒരു നെഗറ്റീവ് വാല്യൂ ആയിട്ട് മാറി. ഓക്കെ, ഇനി ആലോചിച്ച് നോക്കാം. ഓക്കെ, നമുക്കറിയാം മൈനസ് ഇല്ല എങ്കിൽ വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് π/3 ആണെന്ന് പറഞ്ഞു അല്ലേ. കോസ് π/3 1/2. അപ്പൊ മൈനസ് ഇല്ലാതെ π/3 ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാതെ കോസ് ഓഫ് പൈ മൈനസ് π/3 ഈക്വൽ ടു -1/2. അങ്ങനെയെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം, പൈ മൈനസ് π/3 എന്ന് പറയുമ്പോൾ എന്തോടെ 3π മൈനസ് പൈ, ദാറ്റ് ഈസ് 2π/3 ഈക്വൽ ടു -1/2. therefore നമുക്ക് എന്തെന്ന് പറയാതെ കോസ് അപ്പുറത്ത് പോകുമ്പോൾ കോസ് ഇൻവേഴ്സ് -1/2 ഈക്വൽ ടു 2π/3. കോസ് അപ്പുറത്ത് പോകുമ്പോൾ കോസ് ഇൻവേഴ്സ് -1/2 ഈസ് ഈക്വൽ ടു 2π/3. ഇനി ആലോചിച്ച് നോക്കുക, ഇതിലെ എലമെന്റ് ആണ് നോക്കുക. എലമെന്റ് ഓഫ് നമുക്കറിയാം കോസ് ഇൻവേഴ്സിൻ്റെത് 0 -1, 1 to എന്തെയ്യുന്നു ഓപ്പൺ ഇന്റർവൽ 0, പൈ ആണ് നമ്മൾ പഠിച്ചു. അപ്പൊ 2π/3 എന്ന് പറയുന്നത് 0, പൈക്ക് അകത്തുള്ള വാല്യൂ ആണ്. therefore പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് കോസ് ഇൻവേഴ്സ് -1/2 is equal to 2π/3. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, എടുക്കുക, റിഡക്ഷൻ ഫോർമുല അപ്ലൈ ചെയ്യുക. മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞുതരാം. കോസിന്റെ വാല്യൂ നെഗറ്റീവ് ആണ്. കോസിന്റെ വാല്യൂ നെഗറ്റീവ് ആവാൻ പോസിബിലിറ്റി സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്. അപ്പൊ സെക്കൻഡ് ക്വാഡ്രന്റ് ഒരു വാല്യൂ വേണമെങ്കിൽ പൈ മൈനസ് വൈ എന്ന് നമ്മൾ എടുക്കണം. അപ്പൊ കോസ് ഓഫ് പൈ മൈനസ് വൈ ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, -1/2. സെക്കൻഡ് ക്വാഡ്രന്റിൽ നെഗറ്റീവ് വാല്യൂ ആവും. ഇതാണ് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി കോസ് ഓഫ് പൈ മൈനസ് നമുക്കറിയാം വൈന്റെ വാല്യൂ π/3 ആണെന്ന് അറിയാം. അതായത് മൈനസ് ഇല്ല എങ്കിൽ കോസ് വൈ 1/2 ഈക്വൽ ആവുന്നത് π/3 ആണ്. സോ എന്ത് ചെയ്യുന്നു, കോസ് പൈ മൈനസ് π/3 is equal to -1/2. therefore എന്ത് ചെയ്യുന്നു, 3π minus π 2π/3. cos 2π/3 is equal to -1/2. cos അപ്പുറത്ത് പോകുമ്പോഴേക്കും cos inverse -1/2 is equal to 2π/3. it is an element of closed interval 0, π. that is the principal value of cos inverse. therefore 2π/3 is the principal value of cos inverse -1/2. okay, ഇത്രയേ ഉള്ളൂ. ഇതിൽ അപ്പം വലിയ പാടുള്ള കണക്കൊന്നും ഇതിനകത്തില്ല. മാക്സിമം ടഫ് ഇത്ര വരെയൊക്കെ ഉള്ളൂ. സിമ്പിൾ ആണ്. ജസ്റ്റ് ശ്രദ്ധിച്ച് പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നതാണ്. നമുക്ക് 1-2 പ്രോബ്ലംസ് കൂടെ വേണമെങ്കിൽ നോക്കാം. നോക്കാം. അതായത് ഈ പ്രോപ്പർട്ടീസ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലംസ് കുറച്ചുകൂടെ നമുക്ക് എന്ത് ചെയ്യും, എളുപ്പമായിട്ട് കിട്ടും. ഓക്കെ, നമ്മുടെ ആ എക്സസൈസ് കഴിഞ്ഞിട്ടാണ് പ്രോപ്പർട്ടീസ് എങ്കിൽ കൂടി ഇത് പഠിച്ചു കഴിഞ്ഞാൽ മറ്റും നമുക്ക് കുറച്ചുകൂടെ ഈസിലി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. എന്തായാലും എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. സൈൻ ഇൻവേഴ്സ് -x എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് സൈൻ ഇൻവേഴ്സ് x ആണ്. അതുപോലെ കൊസീക് ഇൻവേഴ്സ് -x എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് കൊസീക് ഇൻവേഴ്സ് x. ദെൻ ടാൻ ഇൻവേഴ്സ് ഓഫ് -x എന്ന് പറഞ്ഞാൽ മൈനസ് ടാൻ ഇൻവേഴ്സ് x ന് ഈക്വൽ ആണ്. അപ്പൊ ഇവര് മൂന്ന് പേരും ഒരേ കാറ്റഗറിയാണ്. ഓക്കെ, ഇനി കോസ് ഇൻവേഴ്സ് -x ഉം സീക് ഇൻവേഴ്സ് -x ഉം കോട്ട് ഇൻവേഴ്സ് -x ഉം വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് പൈ മൈനസ് കോസ് ഇൻവേഴ്സ് x, അതുപോലെ പൈ മൈനസ് സീക് ഇൻവേഴ്സ് x, പൈ മൈനസ് കോട്ട് ഇൻവേഴ്സ് x ചെയ്താൽ മതി. നമുക്ക് എന്ത് കിട്ടും, പ്രിൻസിപ്പൽ വാല്യൂ കണ്ടുപിടിക്കാൻ എളുപ്പമാകും. ഓക്കെ, ഇത് പ്രോപ്പർട്ടിയാണ്. ഇത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, പ്രിൻസിപ്പൽ വാല്യൂ കണ്ടുപിടിക്കാം. നമ്മൾ നേരത്തെ എടുത്ത ക്വസ്റ്റ്യൻ എടുക്കാതെ കോസ് ഇൻവേഴ്സ് -1/2 അല്ലേ. അപ്പൊ കോസ് ഇൻവേഴ്സ് -1/2 നമ്മൾ y ഈക്വൽ ടു എന്ന് എടുത്തു. therefore എന്തെന്നു, കോസ് y ഈക്വൽ ടു എന്തെന്ന് കിട്ടി, അതെ ഇത്രയും ചെയ്യണ്ട. അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് ചെയ്യാം. ദാറ്റ് ഈസ് എന്ത് ചെയ്യുന്നു, കോസ് ഇൻവേഴ്സ് -1/2 which is equal to പൈ മൈനസ് കോസ് ഇൻവേഴ്സ് -x ആണ് പൈ മൈനസ് കോസ് ഇൻവേഴ്സ് x, ദാറ്റ് ഈസ് പൈ മൈനസ് കോസ് ഇൻവേഴ്സ് 1/2. ഇനി നമുക്കറിയാം പൈ മൈനസ് കോസ് ഇൻവേഴ്സ് 1/2 നമ്മളിപ്പോ നേരത്തെ വാല്യൂ പറഞ്ഞതാണ്. അല്ലെങ്കിൽ ഇവിടെ കണ്ടുപിടിച്ച് നോക്കുക. കോസ് ഇൻവേഴ്സ് 1/2 y എന്ന് എടുക്കുക. ദാറ്റ് ഈസ് കോസ് y ഈക്വൽ ടു 1/2 എന്ന് കിട്ടും. y ന്റെ വാല്യൂ π/3.
π/3 ആണല്ലോ 1/2 കിട്ടുന്നത്. സോ π/3 which is equal to pi minus 3 π/3, that is 3 pi minus pi 2 pi/3. നേരത്തെ കിട്ടി അതേ വാല്യൂ കിട്ടി. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് വേണ്ട, റിഡക്ഷൻ ഫോർമുല അപ്ലൈ ചെയ്യേണ്ട. റിഡക്ഷൻ ഫോർമുല ആർക്കെങ്കിലും ഓർമ്മിച്ചെടുക്കാൻ പാടാണ് എങ്കിൽ അത് ഇങ്ങനെ യൂസ് ചെയ്യാം. പക്ഷേ റിഡക്ഷൻ ഫോർമുല നോക്കണം. ഇനി നമ്മൾ അങ്ങോട്ടുള്ള ചാപ്റ്റേഴ്സിലൊക്കെ റിഡക്ഷൻ ഫോർമുല ഇമ്പോർട്ടന്റ് ആയിട്ട് വരും. ഓക്കെ, സോ ഇതാണ് മൂന്നെണ്ണം. കോസ് ഇൻവേഴ്സ്, സീക്ക് ഇൻവേഴ്സ്, കോട്ട് ഇൻവേഴ്സ്. ഇവര് മൂന്നുപേരും വന്നു കഴിഞ്ഞാൽ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, പൈ മൈനസ് കോസ് ഇൻവേഴ്സ്, അതുപോലെ പൈ മൈനസ് സീക്ക് ഇൻവേഴ്സ്. അതേസമയം സൈൻ ഇൻവേഴ്സ്, കോസീക്ക് ഇൻവേഴ്സ്, ടാൻ ഇൻവേഴ്സ് വന്നാൽ ഡയറക്റ്റ് നെഗറ്റീവിന് വെളിയിൽ എടുത്താൽ മതി, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. അപ്പൊ ഇതും കൂടെ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് എന്ത് ചെയ്യും, പ്രിൻസിപ്പൽ വാല്യൂ വളരെ ഈസിലി നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. അപ്പൊ അതും കൂടെ വെച്ചിട്ട് നമുക്ക് 2-3 പ്രോബ്ലംസും കൂടെ ചെയ്തിട്ട് ഇന്നത്തെ സെക്ഷൻ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇതിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടാൻ ഇൻവേഴ്സ് മൈനസ് √3 ആണ്. അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യൻ അതുപോലെ എടുക്കാം. നമ്മൾ പഠിച്ച പ്രോപ്പർട്ടി വെച്ചിട്ടാണ് ഇനി നമ്മൾ ചെയ്യുന്നത്. മൈനസ് √3 മറ്റേ മെത്തേഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, രണ്ടും ഒരുപോലെ തന്നെയാണ്. ആർക്കും ഏത് ഇഷ്ടപ്പെട്ടോ അത് വെച്ചിട്ട് അങ്ങ് ചെയ്യുക. അപ്പൊ ടാൻ ഇൻവേഴ്സ് മൈനസ് √3 എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തെന്ന് എഴുതാതെ നമ്മുടെ പ്രോപ്പർട്ടി വെച്ചിട്ട് മൈനസ് ഓഫ് ടാൻ ഇൻവേഴ്സ് √3 എന്ന് എഴുതാം. ഇനി ടാൻ ഇൻവേഴ്സ് √3യുടെ വാല്യൂ ഇവിടെ കൊടുത്താൽ മതി. ദാറ്റ് ഈസ് let us take y equal to എന്തെന്ന് എടുക്കുക, ടാൻ ഇൻവേഴ്സ് √3 എന്ന് എടുക്കുക. then tan y equal to നമുക്ക് എന്ത് കിട്ടും, √3 കിട്ടും. therefore y equal to π/3. നമുക്കറിയാം tan 60 ആണ് √3 എന്ന് അറിയാം അല്ലേ. അപ്പൊ y equal to π/3. therefore നമ്മുടെ പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറയുന്നത് എങ്ങനെ, അവിടെ മൈനസ് ടാൻ ഇൻവേഴ്സ് √3യുടെ വാല്യൂ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, π/3. അപ്പൊ മൈനസ് π/3 ആണ്. വിച്ച് ഈസ് ആൻ എലമെന്റ് ഓഫ് ഓപ്പൺ ഇന്റർവൽ മൈനസ് π/2 π/2 മൈനസ് 0. ഓക്കെ, സോ എന്ത് ചെയ്യുന്നു, ഇതാണ് അതിലെ വാല്യൂസ് എന്ന് പറഞ്ഞാൽ മൈനസ് π/3 ആണ് ടാൻ ഇൻവേഴ്സ് മൈനസ് √3യുടെ പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്താണ് നമ്മളിത് ചെയ്തത്. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സീക്ക് ഇൻവേഴ്സ് 2/√3 ആണ്. അപ്പൊ സീക്ക് ഇൻവേഴ്സ് ഇത് പോസിറ്റീവ് നമ്പർ ആണ്. നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് പോലെ അങ്ങ് എടുത്താൽ മതി. അപ്പൊ എന്ത് ചെയ്യുന്നു, y equal to സീക്ക് ഇൻവേഴ്സ് 2/√3. അതിൽ നിന്നും സീക്ക് y equal to 2/√3 എന്ന് കിട്ടും അല്ലേ. ഇവിടെ വെച്ചിട്ട് 2/√3 സീക്കിന്റെ വാല്യൂ 2/√3 കിട്ടും. അറിയാന്നുള്ളവര് അതുപോലെ എടുക്കുക. അല്ലാത്തവർ എന്ത് ചെയ്യുക, സീക്ക് y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 1/cos y equal to 2/√3 എന്ന് കിട്ടും. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എന്ത് കിട്ടും, അവിടെ cos y equal to √3/2 എന്ന് കിട്ടും. ഇനി y-ന്റെ വാല്യൂ എളുപ്പത്തിൽ എല്ലാവരും കണ്ടുപിടിക്കാന്നുള്ളതേ ഉള്ളൂ. therefore y equal to എന്ത് കിട്ടും, y എന്ന് പറയുന്നത് കോസിന്റെ ഏത് വാല്യൂ ആണ്, √3/2 കിട്ടുന്നത്. കോസിന്റെ π/6 വാല്യൂ ആണ് എന്ത് ചെയ്യുന്നത്, √3/2 കിട്ടുന്നത്. ഇനി നമ്മൾ എടുത്തിരിക്കുന്ന സീക്കാണ്. അപ്പൊ സീക്കിന്റെ എന്ത് ചെയ്യുന്നു, പ്രിൻസിപ്പൽ വാല്യൂ ഇതുണ്ടോ എന്ന് നോക്കുക. തീർച്ചയായിട്ടും π/6 സീക്കിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിലുണ്ട്. ദാറ്റ് ഈസ് എലമെന്റ് ഓഫ് ഓപ്പൺ 0, ക്ലോസ് ഇന്റർവൽ 0, π മൈനസ് സെറ്റ് π/2. ഓക്കെ, ക്ലോസ് ഇന്റർവൽ 0, π മൈനസ് സെറ്റ് π/2. therefore പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറയുന്നത് ആരാണ്ട്, π/6. ഓക്കെ, അപ്പൊ പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ അങ്ങ് ഡയറക്റ്റ് ചെയ്താൽ മതി. നെഗറ്റീവ് വരുമ്പോൾ ഇതുപോലെ എന്ത് ചെയ്യുക, പ്രോപ്പർട്ടിയും കൂടെ അപ്ലൈ ചെയ്യുക. ഇനി നമുക്ക് ഒരെണ്ണം കൂടെ ഉണ്ട്, കൊസീക് ഇൻവേഴ്സ് -2. അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സോ അതിലോട്ട് മൂവ് ചെയ്യാം. അപ്പൊ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കൊസീക് ഇൻവേഴ്സ് -2 ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു നമ്മുടെ പ്രോപ്പർട്ടി വെച്ചിട്ട് എന്തെന്ന് എടുക്കാം, മൈനസ് കൊസീക് ഇൻവേഴ്സ് 2 എന്ന് എടുക്കാം അല്ലേ. മൈനസ് കൊസീക് ഇൻവേഴ്സ് 2 എന്ന് എടുക്കാം. ദാറ്റ് ഈസ് മൈനസ് കൊസീക് ഇൻവേഴ്സ് 2 എന്ന് പറയുമ്പോൾ ഇനി ഇതിന്റെ വാല്യൂ കണ്ടുപിടിച്ച് കൊടുത്താൽ മതി. അപ്പൊ അതിന് വേണ്ടി എന്തെന്ന് എടുക്കുക, y ഈക്വൽ ടു കൊസീക് ഇൻവേഴ്സ് 2 എന്ന് എടുക്കുക. ദെൻ എന്ത് ചെയ്യുന്നു, അതിൽ നിന്ന് കൊസീക് y ഈക്വൽ ടു 2 എന്ന് കിട്ടും. കൊസീക് y ഈക്വൽ ടു നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാണ്. 1/sin y ഈക്വൽ ടു 2. therefore sin y is equal to 1/2. y equal to π/6, which is equal to minus π/6. ഓക്കെ, ഇനി നമുക്ക് ഞാൻ ഇത് വെച്ച് നിർത്താനാണ് കേട്ടത്. ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്യാം. അതായത് നമ്മൾ പൈ മൈനസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ എടുത്തില്ലല്ലോ. ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് സോൾവ് ചെയ്യാം. നാലാമത്തെ ഒരു ക്വസ്റ്റ്യൻ കോസ് ഇൻവേഴ്സ് -1/√2. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെ എടുക്കൂടെ, cos inverse -1/√2 which is equal to കോസോ സീക്കോ അതുപോലെ തന്നെ കോട്ടോ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം പൈ മൈനസ് കോസ് ഇൻവേഴ്സ് 1/√2 ആണ് വാല്യൂ. ഇനി
കോസ് ഇൻവേഴ്സ് 1/√2 ഇങ്ങോട്ട് മാറ്റി കണ്ടുപിടിക്കുക. y = കോസ് ഇൻവേഴ്സ് 1/√2 എന്ന് എടുക്കുക. ഡയറക്റ്റ് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത് എഴുതാൻ പറ്റുന്നവർ അങ്ങനെ എഴുതുക. എന്ത് ചെയ്യുന്നു? cos y = 1/√2. therefore y = കോസിന്റെ ഏത് വാല്യൂ ഉണ്ട്? 1/√2 ഇടുന്ന π/4. therefore which is equal to pi minus pi/4, which is equal to 4pi minus pi into 3pi/4. Okay, which is an element of closed interval 0, pi. Therefore 3pi/4 is the principal value of cos inverse minus 1/√2. Okay, അപ്പോൾ ഇത്രയേ ഉള്ളൂ പ്രിൻസിപ്പൽ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഞാൻ മൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ദിവസം നമ്മൾ കാണുന്നവരേക്കും ഗുഡ് ബൈ. സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.